ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ സേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകരുത്. അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഓഗസ്റ്റ് 13 വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ്. അപ്പോൾ ലോക അവയവദാന ദിനം. ലോക അവയവദാന ദിനം, അവയവദാന ദിനമാണ് ഓഗസ്റ്റ് 13. അപ്പോൾ ഓഗസ്റ്റ് 13ന്റെ പ്രത്യേകത എന്താണ്? ലോക അവയവദാന ദിനം. നിങ്ങളിത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓരോ ദിവസങ്ങളും, ഈ മാസങ്ങളിലെ ഓരോ ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം തന്നെ നോട്ട് ചെയ്തു പോവുക. ലോക അവയവദാനം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 13 ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. US നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? എന്നൊരു കമല ഹാരിസിനെ കുറിച്ച് നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. US വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന വെള്ളക്കാരിയല്ലാത്ത ആദ്യ വ്യക്തി, അതുപോലെ തന്നെ ഇന്ത്യൻ വംശജീയമായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അല്ലെ? US ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വെള്ളക്കാരിയല്ലാത്ത ആദ്യത്തെ ഒരു വ്യക്തി വരികയാണ്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ വംശജീയ കൂടിയാണ്. ആ വ്യക്തിയുടെ പേരാണ് കമല ഹാരിസ് എന്നാണ് പറയുന്നത്. കമല ഹാരിസ്. അപ്പോൾ കമല ഹാരിസ് ഇത് മൂന്നാമത്തെ വ്യക്തിയാണ്. US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ആര്? കമല ഹാരിസ്. അപ്പോൾ ഈ കമല ഹാരിസിന് മുൻപ് ആരാണ് മത്സരിച്ചത്? 1984 ജെറാൾഡിൻ ഫെരാരെ മത്സരിച്ചു. 1984 ജയിച്ചോ? ഇല്ല. 2004 സാറാ പെയിൻ മത്സരിച്ചു. ജയിച്ചോ? അതുമില്ല. അപ്പോൾ രണ്ടുപേരും ഇതിനു മുൻപ് ജയിച്ചിട്ടില്ല അല്ലെ? അപ്പോൾ മൂന്നാമത്തെ വ്യക്തി ആരാണ്? കമല ഹാരിസ്. ഇനി നമുക്ക് ജയിക്കുമോ എന്ന് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വനിത ഉണ്ടാരാണ്? ഹിലാരി ക്ലിന്റൺ. ജയിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ US ഇതുവരെ ആരും തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒരു വനിതകളും ഇതുവരെ ജയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമാണുള്ളത്. ചിലപ്പോൾ ഈ ചരിത്രം തിരുത്തി കുറിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. കമല ഹാരിസ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ കമല ഹാരിസ് ഒരു ഇന്ത്യൻ വംശജയാണ്. തമിഴ്നാട് പാലക്കാടാണ് സ്വദേശം. കമല ഹാരിസിന്റെ ഒരു ആത്മകഥയാണ് ദി ട്രൂത്ത് വി ഹോൾഡ് എന്ന് പറയുന്നത്. 2018 പുറത്തിറക്കിയ ഒരു ആത്മകഥയാണ് ദി ട്രൂത്ത് വി ഹോൾഡ് എന്ന് പറയുന്ന ആത്മകഥ. അപ്പോൾ എന്റെ ചോദ്യം എന്തായിരുന്നു? US വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന വെള്ളക്കാരിയല്ലാത്ത ആദ്യത്തെ വ്യക്തിയും ഇന്ത്യൻ വംശജീയമായ വ്യക്തി ആരാണ്? കമല ഹാരിസ്. അപ്പോൾ ഇവർ രണ്ടുപേരും വെള്ളക്കാരികളാണെന്നുള്ളത് ഓർക്കുക. സാറാ പെയിനും ജെറാൾഡിൻ ഫെരാരിയും US തന്നെ വെള്ളക്കാരികളാണ്. മറ്റേയാളാണ് ഇൻഡോ ജമൈക്കൻ ആണ് ആര്? കമല ഹാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം വ്യക്തമായി കാണുമല്ലോ. US വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന വെള്ളക്കാരിയല്ലാത്ത ആദ്യത്തെ വ്യക്തി, ഇന്ത്യൻ വംശജ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയി നിയമിതയാകുന്ന ആദ്യ വനിത. അപ്പോൾ അടുത്തൊരു വനിതാ നിയമനമാണ്. ഏതിന്റെയാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ആദ്യ വനിത സോമ മുണ്ടേൽ. അപ്പോൾ സോമ മുണ്ടേലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യത്തെ വനിത. അപ്പോൾ അതും ഒരു വനിതയെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങളും, US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ വെള്ളക്കാരിയല്ലാത്ത ഒരു വനിത എന്ന് പറയുന്നു. അടുത്ത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആകുന്ന നിയമിതയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? സോമ മുണ്ടേൽ. അടുത്ത ചോദ്യം ഇതാണ്. എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ ആരംഭിച്ചിരുന്ന ക്യാമ്പയിൻ. അപ്പോൾ എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആരോഗ്യ വകുപ്പാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയാണ്. ആ ക്യാമ്പയിന്റെ പേരാണ് ഡോക്സി വാഗൺ ക്യാമ്പയിൻ. അപ്പോൾ എന്താണ് ഡോക്സി വാഗൺ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചിരിക്കുന്നത്? കൊല്ലം ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിനാണ് ഡോഗി വാക്സിൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. കേരളവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി
അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇസ്രയേൽ വിജയകരമായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോൾ വിക്ഷേപിച്ചിട്ടുണ്ട് അല്ലേ. ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ആരോ 2 ഇന്റർസെപ്റ്റർ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ്, ആരോ 2 എന്നാണ് അതിന്റെ കേട്ടോ. ഇസ്രയേൽ ഈ കഴിഞ്ഞ ദിവസം വിജയകരമായി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലാണ് ആരോ 2 എന്ന് പറയുന്നത്. ആരോ 2 ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അവിടുത്തെ പ്രസിഡന്റിനെ പറ്റി പഠിക്കണം അല്ലെ. ആരാണ്? റൂവൻ റിവ്ലിനാണ് അവിടുത്തെ പ്രസിഡന്റ്. ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ അല്ലേ. ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രൈം മിനിസ്റ്റർ. ഇനി ക്യാപിറ്റൽ എന്താണ്? ജെറുസലേം ആണ്. അതുപോലെ കറൻസി എന്ന് പറയുന്നത് ന്യൂ ഷെക്കേൽ ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടി ഫോളോ ചെയ്ത് പോവുക. റൂവൻ റിവ്ലിൻ ആണ് പ്രസിഡന്റ്, ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രൈം മിനിസ്റ്റർ, ജെറുസലേം ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ന്യൂ ഷെക്കേൽ ആണ് കറൻസി എന്ന് പറയുന്നത്. ചോദ്യം എന്തായിരുന്നു? ഇസ്രയേൽ ഈ അടുത്ത ദിവസം വിജയകരമായി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് ആരോ 2. ഇനി അടുത്ത ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതാണ്, അയൽക്കൂട്ടങ്ങളെ ഡിജിറ്റലാക്കുന്ന നബാർഡിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി. അപ്പോൾ ഈ അയൽക്കൂട്ടങ്ങൾ നമുക്കറിയാം ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അല്ലെ. ഈ അയൽക്കൂട്ടങ്ങളെ ഡിജിറ്റലാക്കുവാൻ വേണ്ടി, ഇവരുടെ സംവിധാനങ്ങളെല്ലാം ഡിജിറ്റലായിട്ട് സൃഷ്ടിക്കുവാൻ വേണ്ടി, ഡിജിറ്റലായിട്ട് പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടി നബാർഡിന്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി അവർ കൊണ്ടുവരുന്നത്. അതിന്റെ പേരാണ് ഈ ശക്തി എന്നാണ് അറിയപ്പെടുന്നത്, ഇലക്ട്രോണിക് ശക്തി അല്ലെ. ഈ ശക്തി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങളെ അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ ഡിജിറ്റൽ മേഖലയിലേക്ക് ഉയർത്തി, അവരുടെ ഇടപാടുകൾ, പണമിടപാടുകളും അവരുടെ എഴുത്തുകുത്തുകളും ഒക്കെ ഇനി എന്താക്കും? ഡിജിറ്റലാക്കുവാൻ വേണ്ടി. ഇത് നബാർഡാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആരാണ്? നബാർഡ്. അപ്പോൾ നബാർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിലാണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു, കെനിയയിലെ ഹൈക്കമ്മീഷണർ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. വീരേന്ദ്രകുമാർ പോൾ എന്നാണ് ആൻസർ. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, ബെലാറസിന്റെ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.